അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ടൗൺ വരെ പോവാണ്. ബാഗൊക്കെ കണ്ട ഓർക്കും എന്നാ പരിപാടിയെന്ന്. സംഭവമൊന്നുമല്ല, ഷോപ്പിങ്ങിന് പോവാണ്. ഇച്ചിരി പച്ചക്കപ്പ് മേടിക്കണം, നമുക്ക് ഇച്ചിരി ബീഫ് മേടിക്കണം, അങ്ങനെ ഇച്ചിരി തേങ്ങ മേടിക്കണം, അങ്ങനെ കുറേ ചില്ലറ ഐറ്റം മേടിക്കാൻ വേണ്ടി പോകണം. ഇതെല്ലാം ബാഗിനകത്താണ് ഇട്ടുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ കപ്പ മേടിയെന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്ത് കപ്പയുണ്ട്, അല്ലാത്ത മെഴുക് പുരട്ടിയ കപ്പയുണ്ട്. മെഴുക് പുരട്ടിയ കപ്പ നമ്മൾ സാധാരണ മേടിക്കാറില്ല. ഈ വണ്ണം കൂടുതലാണെങ്കിൽ എനിക്ക് അകം പൊങ്ങ് പോലെ ഇരിക്കുവേ, അതുകൊണ്ട് അത് മേടിക്കത്തില്ല. സാധാരണ ഫ്രീസ് ചെയ്തതാണ് മേടിക്കാതെ. പൊറോട്ട, തേങ്ങാക്കൊത്ത്, തേങ്ങ ചിരണ്ടിയത്, ഇതെല്ലാം ഫ്രീസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയെ ബാക്കി വീഡിയോ കാണാം. നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തി. നമ്മുടെ ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡ് കാണിക്കാം. ഇതാണ് നമ്മുടെ വെയിറ്റിംഗ് ഷെഡ്. ആണോ സംഭവം സെറ്റപ്പാണ്. നിസ്സാര പരിപാടിയിൽ 3 സീറ്റും ഒക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. ചെറിയ ഹൈറ്റ് കുറഞ്ഞ സീറ്റാണ്, പക്ഷേ സൈഡെല്ലാം ഗ്ലാസ് ഇട്ട് റൂഫൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാണ്. ഇവിടെ ജർമ്മനിയിലെല്ലാം തന്നെ ഇങ്ങനത്തെ വെയിറ്റിംഗ് ഷെഡുണ്ട്. വലിയ പടുകൂറ്റൻ ആയിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകളൊന്നുമില്ല. നിസ്സാര രീതിയിൽ ചെയ്തേക്കുന്നതാണ്, സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളാണ്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ച് ഇവിടുത്തെ ബസ് ടിക്കറ്റ് മിനിമം ചാർജ് 3 രൂപ 60 പൈസ, അതായത് നാട്ടിലത്തെ 360 രൂപയാണ്. എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എടുത്തില്ലെങ്കിൽ ചെക്കിങ്ങിന് കയറുമ്പോൾ നമ്മൾ ഒരു 8000 രൂപ അടച്ചാൽ മതി, വേറെ വിഷയമുണ്ട്. അതുകൊണ്ട് ആരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തില്ല. ടിക്കറ്റ് എടുത്ത് സീറ്റിൽ വന്നിരുന്ന അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി, ടൗണിലെത്തി. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇതാണ് നമ്മുടെ സ്വന്തം സിറ്റി. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ATM കൗണ്ടറിൽ പോകണം, ക്യാഷ് എടുക്കണം. നമ്മൾ സാധനം മേടിക്കുന്ന ശ്രീലങ്കക്കാരൻ അണ്ണാച്ചി കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ക്യാഷ് മാത്രമേ അങ്ങാരും മേടിക്കത്തുള്ളൂ. അപ്പം ക്യാഷ് എടുത്തുകൊണ്ട് പോകണം. ടാക്സി വെട്ടിക്കാനാണേ. നമ്മുടെ ശ്രീലങ്കക്കാരൻ്റെ കടയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കും. ഇതാണ് നമ്മൾ ശ്രീലങ്കക്കാരൻ്റെ കട, മക്കൾ കട. ഇവിടെ കനത്ത വെയിലായതുകൊണ്ട് ഏത്തക്കയൊക്കെ കരിഞ്ഞ് കിടക്കുകയാണ്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഏത്തക്ക തീരുകയും ചെയ്തു. അപ്പോൾ ഇത് ഫ്രീസറിനകത്തുള്ള സംഭവങ്ങളുണ്ട്. മൊത്തം കപ്പ, ഉള്ളി, സംഭവങ്ങളെല്ലാം ഫ്രീസ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഫ്രീസ് ചെയ്യാത്ത സാധനങ്ങളുണ്ട്. നമ്മളിലെ കപ്പയൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് നമ്മളിത് കൂട്ട് കപ്പ എടുക്കുന്നത്, ഫ്രീസ് ചെയ്ത് കപ്പ. ഇതാണ് നമ്മുടെ ശ്രീലങ്കക്കാരൻ്റെ കടയാണ്. അപ്പം സാധനങ്ങളൊക്കെ കുറഞ്ഞു. നമ്മൾ ചില അപ്പപ്പൊടി അരിപ്പൊടിയൊക്കെ മേടിക്കാനുമായിരുന്നു, പക്ഷേ സാധനമൊന്നുമില്ല. ബാക്കി അച്ചാറ് സർവ്വ സാധനം അജ്മിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൂടുതലുണ്ട്. ആശീർവാദിൻ്റെ ആട്ടയുണ്ട്, നമ്മുടെ ഡബിൾ കോഴ്സ് കുത്തരി, അങ്ങനത്തെ അരികളൊക്കെ ഉണ്ട്. ബാക്കി എല്ലാ ഐറ്റം തന്നെ അത്യാവശ്യം വലിയൊരു കടയാണ്. നമ്മളിവിടെ തന്നെ മിക്കവാറും വരുന്നത്. ഫ്രിഡ്ജിനകത്ത് ഇപ്പോൾ കണ്ടോണം, നാട്ടിലത്തെ ഏറ്റവും വില കൂടിയ സാധനമാണ്. ഇപ്പോൾ ഇവിടെ 2000 രൂപയാണ് 1 കിലോ ചക്കക്കുരുവാണ് ഇവിടുത്തെ ഫേവറേറ്റ്. ഇപ്പം ഭയങ്കര വില കൂടുതൽ. ഇതുകൊണ്ട് നമ്മുടെ തേങ്ങ ചിരണ്ടിയത്, അങ്ങനത്തെ തേങ്ങാക്കൊത്ത്, അങ്ങനെ ഇരിക്കുന്ന സംഭവമാണ്. ഉള്ളിക്കൊക്കെ ഭയങ്കര വില. അതുകൊണ്ട് കണ്ടോ, പുള്ളിക്കാരൻ തന്നെ ഒരു 3-4 കിലോ ഉള്ളിയേ ഉള്ളൂ ആകെ ഉള്ള കടയിൽ. അങ്ങനെ സോയാബോൾ, പപ്പടം, സംഭവങ്ങളെല്ലാം സെറ്റാണ്. സാധനം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഫ്രീസ് ചെയ്ത കൊഞ്ച്, മീൻ, നത്തോലി, മത്തി, അയല, എല്ലാ ഐറ്റം മീനുകളും നമ്മുടെ അണ്ണൻ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കച്ചവടമുണ്ട്. ഇപ്പോൾ അപ്പുറത്തൊരു ഇന്ത്യൻ മലയാളി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം ശ്രീലങ്കക്കാരൻ ഇച്ചിരി വിപുലമായിട്ട് തുടങ്ങി, ഇച്ചിരി വിലയൊക്കെ കുറച്ചു. ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ അണ്ണാച്ചിയുടെ ഷോപ്പ്. പാവം കേട്ടോ, ആൾ പാവമാണ്. തമിഴ് നല്ലപോലെ അറിയാം, ജർമ്മൻ പറയും. കുഴപ്പമില്ല. ഭാര്യ, ഭർത്താവും മക്കളൊക്കെ കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത കടവിലേക്ക് പോവുകയാണ്. ഇറച്ചിക്കട ലക്ഷ്യമാക്കി വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഹോം ടൗൺ. അങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ ഇറച്ചിക്കട, സൂപ്പർ മാർക്കറ്റ്, ഫ്രൂട്ട്സും എല്ലാ ഐറ്റം സാധനമുണ്ട്. എല്ലാ ഐറ്റം നമുക്കൊരു
പാത്രം എടുത്തേക്കാൻ പോകുന്ന വഴിക്ക് മേടിക്കാൻ നമ്മൾ ആദ്യമേ ഇറച്ചിയുടെ അങ്ങോട്ടേ പോകത്തുള്ളൂ. നമുക്കുള്ള സാധനം കിട്ടില്ല, പിന്നെ അത് ശരിയാകത്തില്ല. ആദ്യം നമ്മൾ ഇറച്ചി ലക്ഷ്യമാക്കി വണ്ടി വിടുകയാണ്. അപ്പം നേരെ വിട്ടു പോന്നു. ഇതാണ് നമ്മുടെ ഇറച്ചി സ്റ്റാള്. ഇതിനകത്ത് എല്ലാം സെപ്പറേറ്റാണ്. മുതുവായിട്ട് കട്ടിയുള്ള ഇറച്ചിയുണ്ട്, ഇളവ് ഇറച്ചിയുണ്ട്, മീഡിയം ഇറച്ചിയുണ്ട്. എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പീസാക്കി നല്ല സെറ്റാക്കി വെച്ചേക്കണം. പറയുന്ന സാധനം എടുത്തു തരും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലെന്ന് പറഞ്ഞാണല്ലോ, എല്ല് ഫുൾ ഇറച്ചിയാണ്. നമ്മളൊരു 2 കിലോ എല്ല് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു 1/4 കിലോ എല്ലേ ഉള്ളൂ. ബാക്കി എല്ലാം ഇറച്ചിയാണ്. അത് നല്ല സെറ്റപ്പായിട്ട് അവർ നല്ല വൃത്തിയായിട്ട് തരുള്ളൂ. ഇവിടെ എല്ലാം സെപ്പറേറ്റ് വെച്ചേക്കും. കാരണം പതപ്പം, നാക്ക്, കോഴിയുടെ ആണെങ്കിൽ ലെഗ് പീസ് എല്ലാം മസാല തേച്ചുകൊണ്ട് ഫുൾ പീസുണ്ട്. അതിൻ്റെ കരൾ, ചങ്ക് എല്ലാം സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. എല്ലാം സെപ്പറേറ്റാണ്. നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ കോഴി മേടിക്കുന്ന പോലെ കറി വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലെഗ് പീസ് തന്നെ ഇട്ടാണ് നമ്മളൊക്കെ സാധാരണ കറി വെക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ പച്ചക്കറി, മറ്റേ മിൻറ്റ്, പുതിന സംഭവങ്ങൾ എല്ലാ സാധനങ്ങളും കിട്ടും. ഇതാണ് നമ്മുടെ ക്യാഷ് കൗണ്ടർ. ഇവിടെ ഇനി ഇതെല്ലാം വെച്ച് വിട്ടാൽ മതി. അവർ ബില്ലടിച്ചിട്ട് കാർഡാണോ ക്യാഷാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ കാർഡ് അക്സെപ്റ്റ്. ഭീമന്മാർ തണ്ണിമത്തൻ അടിക്കുന്നത് നല്ല വലുപ്പമാണോ, 10 കിലോ കാണും. ഇതെല്ലാവരും മുറിച്ച് വെച്ചാൽ വിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ പീസല്ല, മുറിച്ച് കൊണ്ട് വെച്ചേക്കുന്നത്. മുറിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ നല്ലപോലെ പ്ലാസ്റ്റിക് വെച്ച് സീൽ ചെയ്തേക്കുവാണേ. അപ്പം സീൽ ചെയ്താണ് വെച്ചേക്കുന്നത്. മുറിച്ച സാധനങ്ങളെല്ലാം നല്ല സീൽ ചെയ്ത് നല്ല സെറ്റപ്പാക്കിയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ വരുന്ന കട. സാധനമെല്ലാം മേടിച്ചു ബസ് വരാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ. ഇതാണ് ടൗണിലത്തെ ഒരു വെയിറ്റിംഗ് ഷെഡ്. അവിടെ നല്ല റൂഫും നല്ല സെറ്റപ്പുമാണ്. പക്ഷേ ഇരിക്കാനധികം ആൾക്കാർക്ക് സീറ്റില്ല. 1-2 പേർക്ക് ഇരിക്കത്തുള്ളൂ. പിന്നെ നല്ല അടിപൊളി വെയിറ്റിംഗ് ഷെഡാണ്. ഗ്ലാസ്സൊക്കെ ഇട്ട് തൂണൊക്കെ പിടിപ്പിച്ച് അകത്ത് ഗോൾ ചെയ്യാം.